കലാഭവൻ മണിയുടെ രാസപരിശോധനാ ഫലം പുറത്ത്. മണിയുടെ രക്തത്തിൽ കീടനാശിനി കലർന്നതായി റിപ്പോർട്ട്. ഇക്കാര്യം IG സ്ഥിരീകരിച്ചു. ഫോറൻസിക് സംഘം മണിയെ അബോധാവസ്ഥയിൽ കണ്ട പാടിയിൽ പരിശോധന നടത്തി. സമഗ്ര അന്വേഷണം നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. കലാഭവൻ മണിയുടെ മരണത്തിലെ ദുരൂഹതകൾ കൂടുതൽ ബലപ്പെടുത്തുന്ന രാസപരിശോധനാ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി രക്തത്തിൽ കലർന്നിരുന്നു എന്നാണ് പ്രധാന കണ്ടെത്തൽ. ഒപ്പം മെഥനോളിന്റെ അംശവും ശരീരത്തിലുണ്ടായിരുന്നുവെന്നും പരിശോധനാ ഫലത്തിൽ സൂചിപ്പിക്കുന്നു. കീടനാശിനി അകത്ത് ചെന്നിരുന്നു എന്ന വിവരം പുറത്തു വന്നതോടെ ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. സ്വമേധയാ കഴിച്ചതാണോ അതോ ആരെങ്കിലും മണിക്ക് നൽകിയതാണോ എന്നും പ്രധാനമായി അന്വേഷിക്കുന്നു. മണിയുടെ സഹായികളായ അരുൺ, വിപിൻ, മുരുകൻ എന്നിവരെ സംശയമുണ്ടെന്ന് മണിയുടെ സഹോദരൻ RV രാമകൃഷ്ണൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മൂവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മരണത്തിന് കാരണമായ വിഷാംശം മണിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നുവെന്ന് രാസപരിശോധനയിൽ വ്യക്തമായെന്ന് ജോയിന്റ് കെമിക്കൽ എക്സാമിനർ K മുരളീധരൻ നായർ പറഞ്ഞു. 4 സാമ്പിളുകൾ ടോക്സിക്കോളജി സെക്ഷനിൽ പരിശോധിക്കുകയും അവയ്ക്കകത്ത് ഈ പറഞ്ഞ എല്ലാത്തിലും 4ലും തന്നെ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനിയും മീഥൈൽ ആൽക്കഹോൾ, ഈഥൈൽ ആൽക്കഹോൾ തുടങ്ങിയ വസ്തുക്കളും കിട്ടിയിട്ടുണ്ട്. ഈ കീടനാശിനി വളരെ മാരകമായൊരു കീടനാശിനിയാണ്. അത് മരണത്തിന് കാരണമാകാവുന്ന സാധനമാണ്. അത് ഇവിടുത്തെ അനാലിസിസ് എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനി ബാക്കി നമുക്കൊന്നും തന്നിട്ടില്ല. വേറെ ഇനി വരികയാണെന്നുണ്ടെങ്കിൽ തുടർ പരിശോധന, ഏതെങ്കിലും തൊണ്ടിയിലോ മറ്റോ കോടതി വഴിയോ മറ്റോ വരികയാണെന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നതാണ്. മണിയുടെ രക്തത്തിൽ കീടനാശിനി കലർന്നുവെന്ന് തൃശൂർ റേഞ്ച് IG അജിത് കുമാറും സ്ഥിരീകരിച്ചു. മണിയെ അബോധാവസ്ഥയിൽ കണ്ട പാടിയിൽ പരിശോധന നടത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു IG. ഈ കലാഭവൻ മണിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടത്തെ തുടർന്ന് നടത്തിയ കെമിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട് ഇന്ന് കിട്ടിയിട്ടുണ്ട്. കെമിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ടിൽ മീഥൈൽ ആൽക്കഹോളിൻ്റെയും ഈഥൈൽ ആൽക്കഹോളിൻ്റെയും ഓർഗാനോ ഫോസ്ഫറസ് കീടനാശിനിയുടെയും പ്രസൻസാണ് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റിപ്പോർട്ടിൽ നിന്ന് ഉള്ളതായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ ഇനി നടത്തേണ്ടതായിട്ടുണ്ട്. മണിയുടെ അസ്വാഭാവിക മരണം സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തുമെന്നും ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ശ്രീ കലാഭവൻ മണിയെപ്പോലെ കേരളം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു നടൻ്റെ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ ദുരൂഹതകളും നീക്കത്തക്ക നിലയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകും. ഒരു പഴുതുമില്ലാതെ അന്വേഷണം മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശമാണ് ഞാൻ DGPക്ക് നൽകിയിട്ടുള്ളത്. അന്വേഷണ സംഘത്തിൽ ഏതെങ്കിലും വിപുലീകരണം ആവശ്യമുണ്ടോ, കൂടുതൽ ശാസ്ത്രീയമായ പരിശോധന ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അക്കാര്യത്തിൽ DGP ഇതെല്ലാം പരിശോധിച്ച് വ്യക്തമായ നിലപാട് നടപടികളും സ്വീകരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കലാഭവൻ മണിയുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് മണിയുടെ കുടുംബാംഗങ്ങൾ രംഗത്തെത്തി. കുടുംബ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെന്നും മണി ആത്മഹത്യ ചെയ്യില്ലെന്നും ഭാര്യ നിമ്മി പ്രതികരിച്ചു. മണിയുടെ മരണത്തിൽ മാനേജർമാരെയും തലേദിവസം മണിക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെയും സംശയിക്കുന്നതായി സഹോദരൻ രാമകൃഷ്ണനും പറഞ്ഞു. കലാഭവൻ മണി മരിച്ച് 2 ആഴ്ച പിന്നിടുമ്പോഴും അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ വിട്ടൊഴിയുന്നില്ല. കലാഭവൻ മണിയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മണിയുടെ ബന്ധുക്കൾ തന്നെ രംഗത്തെത്തി. കുടുംബ പ്രശ്നങ്ങൾ ഒന്നുമില്ലായിരുന്നുവെന്നും കരൾ രോഗം മണിക്കുണ്ടായിരുന്ന കാര്യം അറിയില്ലായിരുന്നുവെന്നും മണിയുടെ ഭാര്യ നിമ്മി പറയുന്നു. ഒരു കാരണവശാലും മണി ആത്മഹത്യ ചെയ്യില്ലെന്നും നിമ്മി പ്രതികരിച്ചു. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം ആളിത്രയും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് വളർന്ന ആള്, പല സാഹചര്യങ്ങളും നേരിട്ട് വളർന്ന ആള്. അന്നൊക്കെ ഇത്ര പേര് പിടിച്ചെടുക്കുന്ന ആള് ഇപ്പൊ എല്ലാ സൗഭാഗ്യ നിയമം കൊടുക്കുമ്പോ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. മണിയുടെ മരണത്തിൽ മാനേജർമാരെയും അന്നേ ദിവസം അവിടെയുണ്ടായിരുന്ന ചില സുഹൃത്തുക്കളെയും സംശയമുണ്ടെന്ന് സഹോദരൻ RV രാമകൃഷ്ണൻ പറഞ്ഞു. ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ അരുൺ, ചേട്ടൻ ഇങ്ങനെ വെന്റിലേഷനിൽ ഏതു നേരം മരണം സംഭവിക്കാം എന്നുള്ളൊരവസ്ഥയിൽ പോലും ചാലക്കുടിയിലേക്ക് വരികയും ഇത് വൃത്തിയാക്കാനായിട്ട് കൂട്ടുനിന്നില്ല. നമുക്ക് സംശയമുണ്ട്. ഇവർക്ക് ഉപദേശം കൊടുക്കുന്ന ഏതോ ഒരു ബാഹ്യമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടെന്ന് ഞാൻ ഈ സമയത്ത് ബലമായി സംശയിക്കുന്നു. മണിയുടെ മരണത്തിന് തലേദിവസം ജാഫർ ഇടുക്കി, സാബു തുടങ്ങിയവരാണ് കൂടെ ഉണ്ടായിരുന്നതെന്നാണ് മാനേജർ ജോബി പ്രതികരിച്ചത്. അത് ജാഫർ ഇടുക്കി ഉണ്ടായിരുന്നു, സാബു തരികട ഉണ്ടായിരുന്നു, പിന്നെ റെന്നി ജോസഫ് എന്ന് പറഞ്ഞിട്ടൊരു എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു, സോജൻ എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു,
പിന്നെ അവരുടെ 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ. താനൊപ്പമുണ്ടായിരുന്നപ്പോൾ മണി മദ്യപിച്ചിട്ടില്ലായിരുന്നുവെന്നും മണി പൂർണ്ണ ആരോഗ്യവാനായിരുന്നുവെന്നും ചാനൽ അവതാരകൻ സാബു പറഞ്ഞു. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഏത് രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമം അനുശാസിക്കുന്നതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഈ പോളിഗ്രാഫ് ടെസ്റ്റോ അങ്ങനെയുള്ള ടെസ്റ്റുകൾ എന്താണെന്ന് വെച്ചാൽ അതിന് ഞാൻ റെഡിയാണ്. പാടിയിൽ നിന്നും താൻ തിരിച്ചു വന്നതിന് ശേഷം നടന്നതിനെ സംബന്ധിച്ച് ദുരൂഹതയുണ്ടെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും മരണത്തിന് തലേദിവസം മണിക്കൊപ്പമുണ്ടായിരുന്ന ജാഫർ ഇടുക്കി പറയുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. കലാഭവൻ മണിയുടെ കുടുംബം ആവശ്യപ്പെട്ടാൽ മണിയുടെ മരണത്തെപ്പറ്റി ഉന്നതതല അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം തൃപ്തികരമാണെന്നും ഉമ്മൻചാണ്ടി അറിയിച്ചു. അന്വേഷണം നടക്കട്ടെ. അന്വേഷണം ഇരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ആ കുടുംബത്തിൻ്റെ അഭിപ്രായം അറിഞ്ഞ് എങ്ങനെ വേണമെന്നുള്ളത് തീരുമാനിക്കും. അതെ, അവർ ആവശ്യപ്പെട്ടാൽ ഇപ്പം അതേ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ കൂടുതലൊന്നും പറയുന്നില്ല. കൃഷി ആവശ്യത്തിനും കൊതുക് നിവാരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന കീടനാശിനിയാണ് ക്ലോറോപൈറിഫോസ്. അമിതമായ അളവിൽ ഈ കീടനാശിനി അകത്തു ചെന്നാൽ മരണത്തിന് വരെ കാരണമായേക്കാം. ചെടികളിലെ കീടങ്ങളെയും പ്രാണികളെയും കൊതുകുകളെയും നശിപ്പിക്കാനാണ് ക്ലോറോപൈറിഫോസ് എന്ന കീടനാശിനി വ്യാപകമായി ഉപയോഗിക്കുന്നത്. 1965 അമേരിക്കയിലാണ് കീടനാശിനി ഉപയോഗത്തിലെത്തിയത്. കീടങ്ങളുടെ നാഡീവ്യവസ്ഥയെ തകരാറിലാക്കുന്ന വിഷവസ്തുവാണ് ഇതിലെ പ്രധാന ഘടകം. മനുഷ്യന് ഇത് ശ്വസിച്ചാലോ തൊട്ടാലോ അകത്തു ചെന്നാലോ ഗുരുതരമായ ആരോഗ്യപ്രശ്നങ്ങൾ ഉണ്ടാകാം. നാഡിയിലൂടെ സന്ദേശങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്ന എൻസൈമുകളെ ഈ കീടനാശിനിയിലെ വിഷവസ്തു തടസ്സപ്പെടുത്തുകയും തത്ഫലമായി നാഡീവ്യവസ്ഥയെ തന്നെ തകരാറിലാക്കുകയും ചെയ്യും. കീടങ്ങളെ ബാധിക്കുന്നത് പോലെ തന്നെ മനുഷ്യനുൾപ്പെടെ മറ്റെല്ലാ ജീവികൾക്കും സമാനമായ ഹാനി ഈ കീടനാശിനി ഉണ്ടാക്കുമെന്ന് സാരം. കീടനാശിനി ചെറിയ അളവിൽ അകത്തു ചെന്നാൽ പോലും തലവേദന, തലചുറ്റൽ, ഛർദി എന്നിവ ഉണ്ടാകാം. ക്ലോറോപൈറിഫോസ് യഥാർത്ഥത്തിൽ വിഷവസ്തുവല്ല. അത് ശരീരത്തിൽ പ്രവേശിക്കുകയും ശരീരം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് അത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കീടനാശിനി എൻസൈമുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുമ്പോൾ ശരീരം കൂടുതൽ എൻസൈം ഉൽപ്പാദിപ്പിക്കാൻ നിർബന്ധിതമാവുകയും തൽഫലമായി ശാരീരിക പ്രവർത്തനങ്ങൾ അവതാളത്തിലാവുകയും ചെയ്യും. ഇതുമൂലം കീടനാശിനി ബാധയേറ്റയാൾ തളർന്നു വീഴാനും സാധ്യതയുണ്ട്. എന്തായാലും അകത്തു ചെന്നാൽ ശരീരത്തിന്റെ നാഡീവ്യൂഹത്തെ തന്നെ തകരാറിലാക്കി മരണത്തിനു വരെ കാരണമായേക്കാവുന്ന കീടനാശിനിയാണ് ക്ലോറോപൈറിഫോസ് എന്ന് വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക്. മണിയുടെ ഓർമ്മകളാൽ വിമുഖമാണ് ഇന്നും കലാഭവൻ. തന്റെ അപ്രതീക്ഷിത സന്ദർശനങ്ങളാൽ കലാഭവനെ ഉണർത്തിയിരുന്ന മണി ഓർമ്മയായെന്ന സത്യം ഇന്നും ഇവിടെയുള്ളവർക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല. കലാഭവന്റെ മുറ്റത്ത് സ്ഥാപകൻ ആബേലച്ചന്റെ പ്രതിമയ്ക്ക് സമീപം എന്നത്തെയും എന്ന പോലെ ഒരു വിളിക്കു കാതോർത്ത് ചിരിതൂകി നിൽപ്പുണ്ട് മലയാളത്തിന്റെ മണിമുത്ത. ഈ വഴികളിലൂടെ നടന്ന് അകത്തേക്കെത്തുമ്പോൾ ചുമരിൽ മറ്റൊരു ചിരിക്കൂട്ടുകാരൻ സൈനുദ്ദീൻ. സിനിമയുടെ വലിയ ലോകത്തേക്ക് കലാഭവൻ കൈപിടിച്ചവർ ഒത്തിരിയുണ്ടെങ്കിലും പേരിനൊപ്പം നെറ്റിപ്പട്ടമായി കലാഭവനെന്ന് എഴുതി ചേർത്തത് മണിയെപ്പോലുള്ള ചുരുക്കം പേർ. കലാഭവന്റെ സ്മരണികയിൽ മണി തന്നെ എഴുതുന്നുണ്ട്, ഞാനിവിടുത്തെ കൂലിക്കാരൻ മാത്രമാണെന്ന്. മണി യാത്ര പറഞ്ഞ് ഒരാഴ്ചയിലധികം പിന്നിടുന്നു. ഇപ്പോഴും വിതുമ്പലടക്കി വിങ്ങുന്ന ഉറ്റ ബന്ധുവായി കലാഭവൻ. വറുതിയുടെ ഒരു കാലഘട്ടം നീന്തിക്കടന്ന ഇടം. കൂട്ടുകാർക്കൊപ്പം സങ്കടങ്ങളും ചിരിയും പങ്കുവച്ച ഇടനാഴികൾ. തെന്നിന്ത്യയിലെ വലിയ നക്ഷത്രങ്ങളിലൊന്നായി മാറുന്നതിനു മുൻപ് ഓട്ടോ തൊഴിലാളിയുടെ വേഷവുമായി മണി അവസരമന്വേഷിച്ചെത്തിയ വഴികൾ ഇന്നും മാറിപ്പോയെങ്കിലും കലാഭവനോട് ചേർന്ന് വളർന്ന മണിയും തിരിച്ചു നൽകിയ സ്നേഹവും മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അനുസ്മരണ യോഗങ്ങളിൽ പലരും വിതുമ്പിപ്പോയതും. ഒട്ടേറെ കുട്ടികൾ വലിയ ദുഃഖത്തോടു കൂടിയാണ് ഇതിനെ സ്മരിച്ചത്. കലാഭവൻ്റെ പരിപാടികളിൽ അന്ന് ഇവിടെ ഏതാണ്ട് ഒരു 1000-ഓളം കുട്ടികൾ ആ പരിപാടിയിൽ പങ്കെടുത്തു. കുട്ടികളും രക്ഷകർത്താക്കളും എല്ലാം വിതുമ്പൽ അടക്കിക്കൊണ്ട് തന്നെയാണ്. കാരണം കലാഭവൻ എന്ന് പറയപ്പെടുന്നത് പലപ്പോഴും കലാഭവൻ മണി അടക്കമുള്ള ഒട്ടേറെ പ്രശസ്തരായ കലാകാരന്മാരെയൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ട് തന്നെയാണ്. മണി പറയും പോലെ ചാലക്കുടി പുഴയായി ഒഴുകിപ്പോയ കഴിഞ്ഞ കാലം കുറേയധികം വേഗത്തിലായിപ്പോയി ആ കടന്നുപോക്കെങ്കിലും
പിന്നാലെ വന്നവർക്ക് പ്രചോദനമായി ഇന്നും മണി എന്ന കലാകാരനുണ്ടെന്ന സത്യമാണ് കലാഭവൻ അടയാളപ്പെടുത്തുന്നതും. തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു നടൻ എന്ന നിലയിലേക്ക്, കലാകാരൻ എന്ന നിലയിലേക്ക് മണി വളർച്ച തുടരുന്നതെല്ലാം കലാഭവൻ്റെ ഈ മുറ്റത്തു നിന്നുമാണ്. അന്ന് മണിക്ക് താങ്ങും തണലുമായി നിന്നത് ആബേലച്ചനാണ്. ഇന്ന് ആബേലച്ചൻ്റെ പ്രതിമയ്ക്ക് സമീപം കലാഭവൻ മണിക്ക് ആദരാഞ്ജലികളുമായി കലാഭവൻ ഒരു വിങ്ങലോടെ ചേർന്ന് നിൽക്കുന്നു. ഇനി എന്നും കലയുടെ ഈ വലിയ സങ്കേതത്തിന് കലാഭവൻ മണി എന്നത് നീറുന്ന വിങ്ങിലുള്ള ഒരോർമ്മ മാത്രം. കൊച്ചി കലാഭവനിൽ നിന്ന് ക്യാമറമാൻ രഞ്ജിത്ത് രാജകുമാരിക്കൊപ്പം ടാനി പോൾ. കലാഭവൻ മണിയെ അനുസ്മരിച്ചുകൊണ്ട് ചാലക്കുടിയിൽ മമ്മൂട്ടി നടത്തിയ പ്രസംഗത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് 14 ലക്ഷത്തിലധികം ലൈക്ക്. മണിയെ മലയാളി എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇത്. ചാലക്കുടിയിൽ മണി അനുസ്മരണ ചടങ്ങിൽ വിതുമ്പലോടെയാണ് അന്ന് മമ്മൂട്ടി തൻ്റെ അനുജനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചത്. ആ ഓർമ്മ പ്രസംഗം തൻ്റെ ഫേസ്ബുക്ക് പേജിലും പോസ്റ്റ് ചെയ്തു മമ്മൂട്ടി. ഇതിനോടകം 14 ലക്ഷത്തിലധികം പേരാണ് ആ ഓർമ്മ പോസ്റ്റ് കണ്ടത്. മണിയുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ മാത്രമല്ല, തൻ്റെ ദുഃഖത്തിൽ നിങ്ങളെ കൂടി പങ്കുചേർക്കാനാണ് താനിവിടെ എത്തിയത് എന്ന് പറഞ്ഞാണ് മമ്മൂട്ടി തൻ്റെ അനുസ്മരണം ആരംഭിച്ചത്. ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു മമ്മൂട്ടിക്ക് കലാഭവൻ മണിയെക്കുറിച്ച് പറയാൻ. സഹോദരനായും ജ്യേഷ്ഠനായും മണി തന്നെയും താൻ മണിയെയും സ്നേഹിച്ചിരുന്നുവെന്ന്. തമിഴിൽ മണിയുടെ വളർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ താനൊരു നിമിത്തമായതിൻ്റെ ഓർമ്മകൾ. അങ്ങനെ തൻ്റെ പ്രിയ അനുജനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ടായിരുന്നു മമ്മൂട്ടിക്ക്. മലയാള സിനിമാ ലോകത്തെ നടുക്കിയ മരണം എന്നതിലുപരി ആ മരണം എല്ലാവരിലും ഒരു ആർത്തനാദം കൂടി സൃഷ്ടിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ടമിടറിയും വിതുമ്പിയും അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കും മണി എന്ന ആ വലിയ കലാകാരൻ നമ്മുടെയൊക്കെ മനസ്സിൽ എത്രത്തോളം സ്ഥാനം പിടിച്ചിരുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു. എത്രത്തോളം ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ സ്വാധീനിച്ച ഒരു നടൻ ഇത്ര ചെറുപ്പത്തിൽ ഇത്ര ചെറിയ കാലം കൊണ്ട് സ്വാധീനിച്ച നടന്മാരുണ്ടാവാൻ സാധ്യത കുറവാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് നടീനടന്മാരുണ്ട്. പക്ഷേ നമുക്കും മുമ്പിൽ വെച്ച് അഭിമാനിക്കാവുന്ന ആളുകളുടെ കൂട്ടത്തിൽ മണിക്കുള്ള സ്ഥാനം ഒട്ടും പുറകിലല്ല. പ്രിയ കലാകാരൻ കലാഭവൻ മണി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് മരണമില്ല എന്ന് തെളിയിക്കുകയാണ് പ്രിയ നടനെക്കുറിച്ചുള്ള ഇത്തരം ഓർമ്മക്കുറിപ്പുകൾ. ന്യൂസ് ഡെസ്ക്. പാമോലിൻ കേസിൽ വിജിലൻസ് കോടതി നടപടി തടയണമെന്നാവശ്യപ്പെട്ട് മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. ആവശ്യമുന്നയിച്ച് സുപ്രീം കോടതിയെയോ വിജിലൻസ് കോടതിയെയോ സമീപിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. വിചാരണയ്ക്ക് തടയിടാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന ആരോപണങ്ങൾക്കിടെയായിരുന്നു ജിജി തോംസൺ ഹൈക്കോടതിയെ സമീപിച്ചത്. പാമോലിൻ കേസിൽ കുറ്റവിമുക്തനാക്കിയ നടപടി സ്റ്റേ ചെയ്യുകയും തൃശൂർ വിജിലൻസ് കോടതിയിൽ വിചാരണ നടപടി തുടങ്ങാനിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലായിരുന്നു ജിജി തോംസൺ അടിയന്തരമായി ഹൈക്കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ തവണ വിജിലൻസ് കോടതി കേസ് പരിഗണിച്ചപ്പോൾ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ നിശിത വിമർശനങ്ങളാണ് നടത്തിയത്. അന്ന് ധനമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കാണാതെ ഇടപാടുകളിലെ ഫയൽ നീങ്ങില്ലെന്നും ഇടപാടിനെക്കുറിച്ച് ഉമ്മൻചാണ്ടിക്ക് അറിയാമായിരുന്നുവെന്നും ജസ്റ്റിസ് SS വാസൻ പറഞ്ഞിരുന്നു. കേസ് വിചാരണയിലേക്ക് നീങ്ങുമ്പോൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് എത്തുന്നത്. ഈ അവസരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പരാമർശങ്ങളോ നിരീക്ഷണങ്ങളോ സർക്കാരിനോ ഉമ്മൻചാണ്ടിക്കെതിരായോ ഉണ്ടായാൽ അത് വലിയ വിവാദത്തിന് തിരികൊളുത്തും. ഈയൊരവസരത്തിൽ അത്തരമൊരു സാഹചര്യം ഒഴിവാക്കുക എന്ന ഉദ്ദേശം കൂടി ജിജി തോംസന്റെ ഹർജിക്ക് പിന്നിലുണ്ടായിരുന്നു. കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ TH മുസ്തഫ, മുൻ ചീഫ് സെക്രട്ടറിമാരായ PJ തോമസ്, ജിജി തോംസൺ, 2 കമ്പനി പ്രതിനിധികൾ എന്നിവരാണ് ഇപ്പോൾ പ്രതിപട്ടികയിലുള്ളത്. ഈ മാസം 29-നാണ് വിചാരണ നടപടികൾ തൃശൂർ വിജിലൻസ് കോടതിയിൽ ആരംഭിക്കുന്നത്. തന്നെ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് ജിജി തോംസൺ സമർപ്പിച്ച ഹർജി നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. അതിനിടയിലാണ് രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി മുഖ്യമന്ത്രിക്കും മറ്റുമായി വിജിലൻസ് കോടതി നടപടിക്കെതിരെ ഹൈക്കോടതിയിലും ഹർജി നൽകിയത്. എന്നാൽ ഹർജി തള്ളിയതോടെ ഈ നീക്കം പാളി. കുറ്റപത്രം വായിക്കുന്നത് 2 ആഴ്ചത്തേക്കെങ്കിലും തടയണമെന്ന് ജിജി തോംസൺ ആവശ്യപ്പെട്ടെങ്കിലും ഇതിൽ ഇടപെടാനാകില്ലെന്ന് ഹർജി തള്ളിക്കൊണ്ട് ജസ്റ്റിസ് P. ഉബൈദ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
ഇന്ത്യൻ പ്രസ് ക്ലബ്ബ് ഓഫ് നോർത്ത് അമേരിക്കയുടെയും ന്യൂയോർക്ക് ചാപ്റ്ററിന്റെയും 2016-2017 പ്രവർത്തന ഉദ്ഘാടനം ന്യൂയോർക്കിലെ ടൈസൺ സെന്ററിൽ നടന്നു. ഇന്ത്യ പ്രസ് ക്ലബ്ബ് ദേശീയ പ്രസിഡന്റ് ശിവൻ മുഹമ്മ, പ്രസ് ക്ലബ്ബ് ന്യൂയോർക്ക് ചാപ്റ്റർ പ്രസിഡന്റ് കൃഷ്ണ കിഷോർ, ഖജാൻജി ജോസ് കടാപ്പുറം, രാജു പള്ളത്ത് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു.